UDF ആദ്യം മുതൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും ഈ വിധിയുടെ കാര്യത്തിലാണെങ്കിലും അവരുടെ നയം തന്നെയാണ് പ്രഖ്യാപിക്കുന്നത്. UDFൻ്റെ കൺവീനർ പ്രഖ്യാപിച്ചത് നയമല്ല എന്ന് പറയാൻ പറ്റുമോ? അങ്ങനെ നയമല്ലാത്ത ഒരു കാര്യം പറഞ്ഞാൽ UDFൻ്റെ കൺവീനറെ ആ പോസ്റ്റിൽ ഇരുത്താൻ പറ്റുമോ? സാധാരണ നിലയിൽ ഒരു പാർട്ടിയും ഒരു മുന്നണിയും എടുക്കുന്ന നയം പറയാനല്ലേ അതിൻ്റെ ഭാരവാഹികൾ. അങ്ങനെ അല്ലാത്തൊരു നയം പറഞ്ഞാൽ അയാളോട് ഒരു നടപടി എടുക്കാൻ കോൺഗ്രസും UDFും ബാധ്യസ്ഥല്ലേ? അതിൻ്റെ അർത്ഥം ഇതൊക്കെ ചില ആളുകളെ കൊണ്ട് പറയിപ്പിക്കാൻ UDFൻ്റെ തന്നെ നാക്കായി മാറാൻ ചില ആളുകളെ ബോധപൂർവം UDF നിയമിച്ചതാണ്. ആ വർത്തമാനമാണ് യഥാർത്ഥത്തിൽ അടൂർ പ്രകാശിൻ്റെ നാവിൽ നിന്ന് കേട്ടത്. ഞാൻ ആവർത്തിച്ച ഒരു കാര്യം കൂടി പറഞ്ഞു നിങ്ങളോട്. എൻ്റെ തെരഞ്ഞെടുപ്പ് ഞാൻ ഒല്ലൂർ MLA ആയി പോയിട്ടും കൂട് പറിച്ച് ഇവിടെ നിന്ന് പോയില്ല. ഇവിടെ തന്നെയാണ് വോട്ടെടുപ്പിൽ വോട്ട് രേഖപ്പെടുത്തിയത്. അത് കൂടി വളരെ അഭിമാനപൂർവ്വം ഞങ്ങൾ കാണുന്ന ഒരു കാര്യം കൂടിയാണ്. അല്ല, കൊട്ടും കുറവിയൊന്നുമില്ല. ഇത് മനുഷ്യൻ്റെ ആത്മാഭിമാനത്തിൻ്റെ പ്രശ്നമാണ്. അവരവർ താമസിക്കുന്ന സ്ഥലത്തും അവരുടെ അസ്തിത്വം എവിടെയാണെന്ന് പ്രഖ്യാപിക്കലുമൊക്കെ ആത്മാഭിമാനത്തിൻ്റെ പ്രശ്നമാണ്. ജനാധിപത്യത്തിൽ കോടതിയിൽ കയറുന്ന കാര്യമൊന്നുമില്ല, അത് ക്രിമിനൽ കേസല്ലേ. ഇപ്പോൾ നേരത്തെ ഒരു വിഷയത്തിൽ പറയുന്നത് കേട്ടു, അവിടെയും ഇവിടെയും അത് ഇരട്ടോട്ടാണ്, അതാണെങ്കിൽ കോടതിയിൽ പോകേണ്ടി വരും. ഇത് ജനങ്ങളുടെ ഒരു മനസാക്ഷി കോടതിയുണ്ട്, ജനാധിപത്യത്തിൻ്റെ കോടതിയുണ്ട്. അതിനോട് കാണിക്കേണ്ട ഒരു സാമാന്യ മര്യാദയുണ്ട്. ഞാൻ പറഞ്ഞത് തൃശ്ശൂരിൽ MP തൃശ്ശൂർ വോട്ടില്ല എന്നുള്ളതല്ല. അതിപ്പോൾ ഞാൻ ഒല്ലൂർ MLA ആണ്, ഒല്ലൂരിലല്ല വോട്ട്. നമുക്ക് നമ്മുടെ സ്ഥലത്താണ് വോട്ട് ചെയ്യേണ്ടത്. പക്ഷേ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ മത്സരിക്കുന്ന സ്ഥലത്ത് തന്നെ വോട്ട് ചേർക്കുക, പിന്നീട് അവിടെ നിന്ന് മാറി വേറെ സ്ഥലത്ത് ചേർക്കുക. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അദ്ദേഹം എവിടെ വോട്ട് ചെയ്യുന്നുള്ള കാര്യം അദ്ദേഹം തന്നെ തീരുമാനിച്ച് നേരത്തെ പ്രഖ്യാപിച്ചാൽ കുറെ കൂടി നന്നായിരിക്കും.